ഹായ്, ഡോക്ടർ ലിഷാനയാണ്. ചില ആൾക്കാരിൽ നിന്ന് നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് വെക്കണം എപ്പോഴും. അത് നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ്സിന് വേണ്ടിയും നമ്മുടെ പീസ് ഓഫ് മൈൻഡിനും എപ്പോഴും ഒരു ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞ ലൈഫിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ് കൂടി ഓരോ മനുഷ്യരും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളോട് എപ്പോഴും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മളെപ്പോഴും ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ പോലും നമുക്ക് അവരോട് കൊടുക്കേണ്ട കാര്യമില്ല. അവരെ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കണം. ഇനി ആരിൽ നിന്നൊക്കെയാണ് നമ്മളൊരു അകലം പാലിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമതായി നമ്മളോട് നിരന്തരം കള്ളം പറയുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷേ അവരെ കണ്ടുപിടിക്കണം, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കണ്ടുപിടിക്കുകയും അങ്ങനെ മനസ്സിലായാൽ അവരെ അങ്ങ് മാറ്റിക്കളഞ്ഞേക്കുകയും ചെയ്യുക. കാരണം അവർക്ക് നമ്മളോട് യാതൊരു സിൻസിയറിറ്റി ഉണ്ടാവില്ല. അവരവരുടെ കാര്യം നേടാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, പലപ്പോഴും അള്ളാഹു, യേശു, ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മളോട് കൂടുന്നത്. കാരണം ഞാനൊരു ദൈവവിശ്വാസിയാണെന്ന് വരുത്തി തീർക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളോട് കള്ളം പറഞ്ഞ് അടുത്ത് കൂടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ പറയുന്ന മൊത്തം കള്ളമായിരിക്കും. നമ്മളെ അങ്ങ് ബിലീവ് ചെയ്യിപ്പിക്കും പല കാര്യങ്ങളും. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. അവരെ ഒന്നും നമ്മുടെ ലൈഫിൽ അടുപ്പിക്കാനേ പാടില്ല കേട്ടോ. എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. പിന്നീടുള്ളത്, നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമുക്ക് വേണ്ട ബഹുമാനമോ പരിഗണനയോ ഒന്നും തരാത്ത കുറച്ച് ആൾക്കാർ. അതിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അതൊരു പ്ലേസ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായാൽ അവിടെ നിന്ന് ഒന്നിയങ്ങ് ജസ്റ്റ് അങ്ങ് ഡിസപ്പിയർ ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പോവാതിരിക്കുക. അവരെ അങ്ങ് അവഗണിച്ച് കളഞ്ഞേക്കുക. അവരെ നമുക്ക് വേണ്ട. കാരണം അവരൊരിക്കലും നമ്മളൊരു ഉയർച്ചയോ അല്ലെങ്കിൽ നമുക്കൊരു നന്മയോ ഒന്നും ആഗ്രഹിക്കാത്ത കുറച്ച് ആൾക്കാരാണ് അവർ. അപ്പോൾ അവരെ ഒന്നും നമുക്ക് ലൈഫിൽ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കുക. അവരിൽ നിന്ന് മുമ്പിൽ നിന്ന് മാറിപ്പോയേക്കുക. പിന്നീടുള്ളത്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതൊരു പക്ഷെ നമ്മുടെ ഫിനാൻഷ്യലി ആയിരിക്കാം, നമ്മുടെ പൊസിഷൻ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ. ചിലപ്പോൾ നമുക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അവർ നമ്മൾ നിരന്തരം ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരാളെയും ആവശ്യമില്ലാതെ യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒന്നും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ നമ്മളെയൊക്കെ അങ്ങനെ യൂസ് നിരന്തരം അങ്ങനെ പല കാര്യങ്ങളും വേണ്ടിയും പല ആൾക്കാരും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചേക്കുക. പിന്നെ ഉള്ളത്, ദ പീപ്പിൾ ഹൂ പുട്ട് യു ഡൗൺ. നമ്മൾ എന്ത് നന്മ ചെയ്താലും അവരൊരിക്കലും നമ്മളെ ഒന്ന് മനസ്സിലാക്കൂ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. എപ്പോഴും അതിലൊരു നെഗറ്റിവിറ്റി കണ്ടെത്തുകയും നമ്മളെപ്പോഴും ഒന്ന് അടിച്ചമർത്തുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. അതൊക്കെ നമുക്കൊരു മെന്റലി നമുക്കൊരു വിഷമം തോന്നും. അയ്യോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ ഇവരിങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എന്നോട് എന്താ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത്, എന്നെ എന്താ അങ്ങനെ കാണിക്കുന്നൊക്കെ നമുക്കൊരു പരിഭവം വിഷമങ്ങളൊക്കെ വരും. നമ്മൾ എന്തിനാ അങ്ങനെ നമ്മുടെ എനർജി റിയൂം ചെയ്യുന്നത്? അങ്ങനെയുള്ളവരത്തൊന്നും നമ്മൾ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടല്ല അവർ തിരിച്ച് കേൾക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള നമ്മൾ കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. നമ്മുടെ ഉയർച്ചയോ നമുക്ക് താഴ്ചയോ എന്ത് തന്നെ വന്നാലും അവരോട്ട് ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. അവരെ അങ്ങ് മാറ്റിക്കളഞ്ഞേക്കണം. അപ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ കൊടുക്കേണ്ടത് നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ്സിനും നമ്മുടെ നമ്മുടെ ഫിസിക്കൽ ഹാപ്പിനെസ്സിനും ഫിസിക്കൽ ഹെൽത്തിനും ആയിരിക്കണം. നമുക്ക് ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ നമുക്ക് പെരുമാറാനും എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാനും പറ്റത്തുള്ളൂ. സോ കിച്ചണിലാന്ന് തോന്നുന്നു എന്തോ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക്ക് നമുക്ക് ഇവിടെ നിർത്താം. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. ആരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്നൊന്നും കരുതിയിട്ട് ആരെയും നിങ്ങൾ പ്ലീസ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വലുത് നമ്മുടെ ഹാപ്പിനെസ് ആണ്. എന്നുവെച്ചാൽ സെൽഫിഷ് ആവുമെന്നല്ല പറയുന്നത്. ഇങ്ങോട്ടില്ലാത്ത ഫീലിങ്സ് ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. സോ അപ്പം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അൻറ്റിൽ ദെൻ ബൈ, ടേക്ക് കെയർ.